കുഞ്ഞാപ്പോ എന്താ കുഞ്ഞപ്പ ഈ വെയിലത്തിച്ച് പൊന്തയൊക്കെ പോയിരിക്കണ്? ഒന്നും പറയണ്ടല്ലേ എന്നോട് പറയാന്. അവിടുന്നൊക്കെ എന്തൊക്കെ പറയണ്ട? അമ്മ ഉണ്ടല്ലേ? അമ്മക്ക് പറയാൻ വേറെ പണിയില്ലല്ലോ. പാമ്പ് ഉണ്ടാവുന്നൊക്കെയാണ് കുഞ്ഞാപ്പ എന്നോട് പറഞ്ഞത്. ഞാനേ പുല്ല് നോക്കടാ. മൂത്താപ്പ മനെ വല്ലാത്ത ചതിയ ചെയ്തത് ഞങ്ങളെ കൊണ്ട്. അതെന്താ കുഞ്ഞപ്പോ? മൂത്താപ്പ ഉമ്മ അറിയും ചെക്കൻ ഇങ്ങനെ കയറ് വരെ നടക്കാണ്, കാക്ക ചെക്കൻക്ക് ഇതിന് പണി കൊടുക്കുന്ന പറഞ്ഞു. വല്ലാത്ത പണിയായി പോയി. മൂത്താപ്പ ചെയ്തിട്ട് നോക്ക്, അവിടുത്തെ പോത്തുകൂട്ടിനെ ഇവിടെ കൊണ്ടു കെട്ടി. എന്നിട്ട് ഉമ്മ അറിയാം ഇവിടെ പുല്ല് അരിയാൻ, അവിടെ പുല്ലില്ല അത്ര. അപ്പൊ ഇവിടുന്ന് കുഞ്ഞാപ്പ് നോക്കിക്കോളൂ. എന്നിട്ട് എന്നോട് അറിയുമ്പോ പുല്ല് അറിയാന്. ഞാൻ ഇവിടെ പറഞ്ഞു ഈ പുല്ലൊന്നും കിട്ടണില്ലടാ. കുഞ്ഞാപ്പ പുല്ലല്ലേ, പൊന്താണ്. ഈ വള്ളിപ്പുളി കൊടുത്താ പോരെ? അറിയില്ല അതിനെ പറ്റിട്ട്. അറിയില്ല. എന്നിട്ട് മോനെ ഇടങ്ങറായി. ഓരോരോ വണ്ടി പനി വരണോക്ക്. ഇന്നലെ മോനെ അറിഞ്ഞില്ലേ, ഞാന് ഇമ്മിയൊക്കെ പോയില്ല ഇന്നലെ 40-ന്. എന്നിട്ട് എന്താണ് ഉമ്മാന്റെ അടുത്ത് 40 ഇന്നലെ. ഞാന് ഇമ്മി പാത്തി ഉണ്ടായിരുന്നു. പാത്തി ഞാനും കൂടി ഞങ്ങൾ 3 കൂടി പോയത്. പാത്തി ഇമ്മാനായിട്ട് വലിയ കമ്പനിയാണല്ലോ. പാത്തി ഇമ്മാനെ തെറ്റി. പാത്തിക്ക് ഒരു സ്വഭാവം ഉണ്ട് മോനെ. 4 ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കില് പാത്തി നമ്മളായിട്ട് വസളാക്കും. ഓൾക്ക് അപ്പം എന്നോട് പറയാന് അവിടെ വേറെ ആൾക്കാരെ കാണാൻ നമ്മളെ വസളാക്കുക. ഞാന് ഇമ്മി പാത്തിയും കൂടി പോയിട്ട് ചോറയ്ക്കാൻ. അപ്പൊ പാത്തി ഉമ്മ പറഞ്ഞു ഇങ്ങോട്ട് കാട്ടിന്ന് പറഞ്ഞു, ചോറ് ഇങ്ങോട്ട് വിളമ്പിക്കോളീന്ന്. അപ്പൊ തന്നെ പാത്തി എടുത്ത് പറഞ്ഞു, തള്ളക്കും മോനക്ക് ഇപ്പൊ അങ്ങനെ കയറ്റണ്ട, എല്ലാരും കഴിയട്ടെ എന്നിട്ട് കയറ്റിയാ മതി ആൾക്കാരെ ഇടന്ന്. അപ്പൊ ഇമ്മക്കാട് ദേഷ്യം പിടിച്ചു. ഇമ്മ നല്ലാണ്ട് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, നമ്മളെ പിന്നാലെ വരും ചെയ്യും, ഒരു പൊങ്ങച്ചം കാണിക്കാണ്ട് വേറെ ആൾക്കാരെ മുന്നിൽ നമ്മളെ വസ്താക്കുകയും ചെയ്യും. അങ്ങനെ മോനെ പാത്തി ഉമ്മണ്ട പാത്തി ഇങ്ങനെ വസലാക്കാൻ പാടില്ലല്ലേ, പള്ള ചോറല്ലേ ഞങ്ങൾ തിന്നോളൂ. ഉമ്മ പറയുന്ന നോക്ക് പ്രായത്തിന്റെ മൂത്ത ഒരു നോക്കണ്ടേ. അമ്മാനെ വസലാക്കി. അതാണ് ഉമ്മ അവിടുന്ന് ഒറ്റക്ക് വർത്തമാനം പറഞ്ഞേ. അമ്മ ആണ് പുറത്തോട്ടെ. ഉമ്മ എന്നെ കണ്ടിട്ടുണ്ടാവും, എന്നെ കണ്ടപ്പോ പുറത്താവും. എന്നെ കാണുന്നുണ്ടാവോ? ഒരു പണിയെടുക്കാൻ എന്നെ സമ്മതിക്കൂലെന്ന് കയറിണ്ടാവും. അതാണ് ചൂടാകണല്ലേ. ചൂടാകുന്നല്ലേ വെറുതെയാണ് അമ്മാനെ. അങ്ങനെ പറയാന്നറിയാം മോനെ, വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടാ അല്ലേ. എന്താ ചെയ്യുന്നിട്ട് ഇപ്പൊ ഇത് കൊറേ നേരമായി പൊന്തല വന്നിരിക്കല് എടുത്തിട്ട്. ആടെ ഈ വള്ളിപ്പൂലൊന്നും പറിച്ചാ കിട്ടുന്നു ചേച്ചി പറയുമ്പോ തിന്നൂലല്ലേ. എന്നിട്ട് പോത്തവിടെ? പോത്തെ അവിടെ കെട്ടിട്ടുണ്ട്. ശാന്ത പിടിക്ക മോനെ. മൂത്താപ്പാക്ക് നോക്കാൻ വയ്യായിട്ടാവും. മൂത്താപ്പ തന്നെ ഓരോരോ കഷ്ടകാലം വരുന്ന പറയുമ്പോ ഇങ്ങനെ തന്നെ വരികയല്ലേ. എന്നാണ്ട് പിന്നെ നനക്ക് വേണ്ടി കണ്ടതിനെ കൊണ്ടെടുത്തൂടാ. അതിന് ഇമ്മ പറഞ്ഞല്ലേ ഒത്തിരി പണി കൊടുക്കാൻ വേണ്ടി എനിക്ക് പണി കൊടുന്നാണ് മൂത്താപ്പ. അത് ശരി, അങ്ങനെ. മോനെ എന്നിട്ട് എന്താ മാത്രല്ല എന്താണ് ഞാനും ഉമ്മയും കൂടി എന്നോട് കാക്കടാ അമ്മായി മോനെ ഞങ്ങളോർക്ക് വരാതെ ഇതിലൂടെ പോയിരുന്നു. മൂത്തുമാർക്ക് അറിഞ്ഞിട്ട് മൂത്തുമാർക്ക് അറിഞ്ഞിട്ട് ഇതിലൂടെ പോയി. മൂത്തുമാർക്ക് ഇങ്ങനെ പോവുക. അമ്മായിക്ക് എന്താണ് ഞങ്ങൾക്ക് വരില്ല ഇപ്പൊ. ഇപ്പൊ വന്നിച്ചണ്ട ഉമ്മി അമ്മായി ഭയങ്കര തെറ്റായിരുന്നു. വലിയ രോഗ്യൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് അന്ന് അവർക്കൊരു ഭാഗം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഒരു വലിയ ഇതൊക്കെ ആയി, അമ്മായിന്റെ ഉള്ള ഒരു വലിയ ഇതൊക്കെ ആയി. അപ്പൊ അന്ന് ഞങ്ങളൊക്കെ ഞങ്ങളോട്ട് വലിയ കമ്പനി ഇട്ടാ. ഇപ്പൊ ഞങ്ങള് പാവങ്ങളായപ്പോ ഞങ്ങൾക്ക് വരുന്നില്ല. നോക്കണ്ട കുഞ്ഞാപ്പോ അങ്ങനെയല്ലേ. 10 രൂപയുടെ കജ്ജില് കായായിനെങ്കിൽ നമ്മള് കൊടുത്തൊന്നും ഇല്ല. ഈ പാവാട്ടരൊക്കെ മറക്കും ചെയ്യൂലേ. ചില ആൾക്കാരല്ലേ 100-90% തന്നെ. 100-90% ആൾക്കാരുണ്ടല്ലേ. നാളെ ആ മുസ്തഫ ഉണ്ടല്ലടാ. ഇവിടെ വന്നിട്ട് ഉമ്മ വിളമ്പി കൊടുത്തിരുന്ന മുസ്തഫയാണ്. ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ആദ്യത്തെ വരവിലൊക്കെ ഉമ്മാനെ കാണാൻ വന്ന് താത്ത എന്തൊക്കെയുണ്ട് അസ്സലാമലൈക്കും പറഞ്ഞ് വന്നു പോയി. പിന്നത്തെ വരുമ്പിലൊന്നും ചെക്കൻ ഇങ്ങോട്ട് കടക്കലേ ഇല്ല. പൈസക്കാരനായ കായ്ക്കാരനായി. മറ്റൊരിടത്ത് അവര് അയൽവാസിയുടെ തെറ്റായിരുന്നു. ഇപ്പൊ ഒരു വലിയ രോഗിയായി. ഓർക്ക് ഇപ്പൊ വലിയ പണക്കാരായപ്പോ ഒന്നായി. എന്റെ അമ്മാന്റെ മുണ്ടില്ലടാ ഇമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെക്കനോട്. അപ്പൊ എന്നോട് ജാനേച്ചി അറിഞ്ഞേ ഇനി ഇമ്മാനെ കാണാൻ വന്ന് ഇമ്മാക്ക് കായ് എന്തെങ്കിലും കൊടുക്കേണ്ടതില്ലേ.
ചെലപ്പോ അങ്ങനെ ആവും, എന്തേലും കൊടുക്കേണ്ടി വരും വെച്ചിട്ടേ. ഇന്ന് ഞാൻ അവിടെ അല്ല ഇങ്ങോട്ട് കുഞ്ഞാപ്പോ ഇങ്ങോട്ട് മുണ്ടാത്തവരോട് അങ്ങോട്ട് മുണ്ടായിരുന്നാ പോരെ, അങ്ങനെ മതി. അങ്ങനെ നിന്നാ പോരെ. എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് സങ്കടമല്ലടാ, നമ്മള് മുണ്ടിന്ന് സംസാരിച്ചിരുന്ന ആൾക്കാരും വിഷമം തന്നെയാണ്. അത് ഓൽക്കാ ചിന്തല്ല, പിന്നെ എനക്കെന്തിനാ വിഷമിക്കണേ? തന്നെ ആൾക്കാർക്ക് എന്താണ് നമ്മള് വല്ല കാട്ടിയ മാതിരി ആൾക്കാരൊക്കെ അല്ലേ. അത് നോക്കണ്ട. പിന്നെ എല്ലാം കുഞ്ഞാപ്പോ ഇജെന്താ എന്തെങ്കിലും തിന്നിക്കണാ ഈ വെയിലത്ത് ഇങ്ങനെ വന്നിക്കണ്? ഒന്നും തിന്നാതെ ആളെ കളിയാക്കടാ, കണ്ടിട്ട് ആളെ കളിയാക്കടാ. ചോദിച്ചാണ് എന്ത്, അത് കാരണം ചോദിച്ചാണ്. വയറെല്ലാം വീർത്തിക്കണല്ലോ. നല്ല ചോറ് കഴിച്ചാടാ, ചോറ് കഴിച്ച് ചോദിച്ചവിടെ കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഉമ്മ പറഞ്ഞത് പോത്തിന് പുല്ലരിഞ്ഞു. ശരി. എന്നിട്ട് ഇജ്ജ് പുല്ലരിയല്ലോ ഇവിടെ തിരിയല്ലേ? എളുപ്പത്തിന് വള്ളിപ്പുല്ല് പറിക്കാണ്. എന്നിട്ട് ഒന്നും കാണാനില്ല ഇവിടെ പറിച്ചത്. കച്ചൊക്കെ കടയുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പറിക്കാച്ച്. ഇപ്പൊ തന്നെ ചെന്ന് പോയില്ലെങ്കിലേ ഉമ്മ അറിയാ പോത്തിനെ കുളിപ്പിക്കാൻ പറയും. അപ്പൊ ഞാൻ മെല്ലെ വൈകുന്നേരം ആക്കാൻ വേണ്ടിട്ടേ. അങ്ങനെയാണ്. അപ്പൊ ഇതും പറ്റൂലല്ലേ? അതും പറ്റൂല. എന്താ ചെയ്യാ? നെൽച്ചടി അത് അവിടെ അങ്ങോട്ട് പോയിക്കോ, ആ ഭാഗത്താ.